കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. NM വിജയൻ എഴുതിയ കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നേരിട്ട് നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മകൻ വിജേഷ് 24നോട് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുത്തിയത് പാർട്ടിയാണെന്നും ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. NM വിജയൻ എഴുതിയ കത്തുകൾ K സുധാകരനും VD സതീശനും നേരിട്ടാണ് കൈമാറിയത്. K സുധാകരൻ നമുക്ക് നോക്കാമെന്ന് മറുപടി നൽകി. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം നല്ല നിലയിലായിരുന്നില്ല. കത്തുകൾ തന്റെ മുന്നിൽ വെച്ചാണ് K സുധാകരൻ വായിച്ചത്. എന്റെ മുമ്പിന്നാണ് വായിച്ചത്. അവർക്ക് എന്ത് വേണം പറയാലോ. ഒരു കോൺഗ്രസ് നേതാവും മരണശേഷം തിരിഞ്ഞു നോക്കിയില്ല. പിതാവിന്റെയും സഹോദരന്റെയും ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നു. അടുത്ത ബന്ധുക്കളെ പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന വിജയന്റെ മരുമകൾ പത്മജ. ഒരു ആരോപണം ഉണ്ട് ബന്ധുക്കളെ ഭാഗത്തു നിന്നുള്ള രീതിക്ക് കൊടുത്ത സമയത്ത് ആ ബന്ധു തന്നെയാണ് പറഞ്ഞത് നമ്മളെടുത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവര് വഴി തിരിച്ചു വിടാൻ പറഞ്ഞു. പക്ഷെ അച്ഛന്റെ ഇത്രയും ബാധ്യത അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ ബന്ധുക്കൾക്കും. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്ത് കിട്ടിയിട്ടില്ലെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. NM വിജയന്റെ കുടുംബം ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചെന്നും VD സതീശൻ. പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഇതിന് മകൻ വിജേഷ് നൽകിയ മറുപടി ഇങ്ങനെ: ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ആളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. കേസിൽ വിജിലൻസ് സംഘം വിജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി. 24 വയനാട്.